പേര് സിന്ധു. ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു. ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞൊരു സമയത്താണ് ഇവിടെ വരുന്നത്, അച്ഛനെ കാണുന്നത്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് 12 വെള്ളിയാഴ്ച വന്ന് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ 12 വെള്ളിയാഴ്ച വരിക എന്ന്, കോതമംഗലത്തു നിന്ന് വരിക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വരാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ സംശയിച്ചു. എങ്കിലും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, വരാം അച്ഛ. അങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ അച്ഛൻ എന്നെ 1-2 പേരെ പരിചയപ്പെടുത്തി തന്നു അവിടെ നിന്നുള്ളത്. അപ്പോൾ അതിലൊരു ആ ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ചേച്ചി കോതമംഗലത്തു നിന്ന് വരുന്നില്ല, അപ്പം നമുക്കിനി ഒരുമിച്ച് പോരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവരുടെ കൂടെ 12 വെള്ളിയാഴ്ച ഇവിടെ വന്ന് ധ്യാനം കൂടി. 4 സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഞങ്ങളുടെ ഫർണിച്ചർ ഷോപ്പിൽ കട മാറ്റി പണിതതിന് ശേഷം കച്ചവടം നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ കച്ചവടം നടക്കണമായിരുന്നു. പിന്നെ സ്ഥലം വിൽക്കണമായിരുന്നു. സ്ഥല കച്ചവടവും നടന്നു. പിന്നെ എനിക്ക് അതിനിടയിൽ കഴുത്തിന് വേദനയായിട്ട് ഞാൻ കോളറിട്ടാണ് 2 ആഴ്ച ഇവിടെ വന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കോളറൊക്കെ മാറ്റിക്കോ. അച്ഛൻ എന്നെ വിളിച്ചു, പ്രാർത്ഥിച്ചു. അതിന് ശേഷം പറഞ്ഞു, കോളറൊക്കെ മാറ്റിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, സ്ഥിരമായിട്ട് ഇത് മാറ്റാൻ പറ്റുമോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി വെക്കണ്ട. അങ്ങനെ എൻ്റെ കഴുത്തിൻ്റെ വേദന മാറി. പിന്നെ എൻ്റെ അമ്മച്ചി സുഖമില്ലാതെ അങ്ങനെ 2.5 മാസത്തോളമായി വളരെ അത്യാസന്ന നിലയിൽ കഴിയുമായിരുന്നു. നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അമ്മച്ചി. ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം 7 മണിക്ക് പ്രാർത്ഥനയില്ലിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി. അങ്ങനെ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടന്നു. 1000 നന്ദി. അച്ഛനും നന്ദി.